വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും റാഗി വെച്ചിട്ട്, റാഗിയുടെ സേമിയ വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയപ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റാഗിയുടെ ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് റാഗി ആദ്യം പരിചയപ്പെടാം. ഞാനിതൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സ്വാദിൻ്റെ റാഗി സേമിയാണിത്. ആക്ച്വലി ഇത് പുട്ട ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു 2 കപ്പ് റാഗി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 കപ്പ് അരിയും, അതായത് 1 ഗ്ലാസ് ബസുമതി റൈസും, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് ഞാൻ 1 മണിക്കൂറായിട്ട് കുതിർത്തിട്ടേക്കുവാണ്. ഇത് നമ്മൾ നോർമൽ അരി വേവിക്കുന്ന പോലെ തിളപ്പിച്ചൂറ്റുവാണ്. ഒരു 3/4 വേവാകുമ്പോഴത്തേക്കിന് നമുക്കിത് ഊറ്റിയെടുക്കാം. പിന്നെ ബിരിയാണിക്ക് എടുത്തേക്കുന്നത് ലഗൂൺ ചിക്കനാണ്. 4 ചിക്കൻ കാലാണ് എടുത്തേക്കുന്നത്. കാര്യം കുറച്ച് പോർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 4 ലഗൂൺ ചിക്കൻ കാലാണ് എടുത്തേക്കുന്നത്. പിന്നെ 4 സവോള, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, അത് ഇച്ചിരി ഏറെ ഉണ്ട്. പിന്നെ ഒരു 3 തക്കാളി അരിഞ്ഞത്, 10 മുതൽ 15 വരെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ പുതിനയും മല്ലിയിലയും. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിൽ ആദ്യം തന്നെ ഈ റാഗി ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നിറച്ചിടണം. അതൊരു 4 മിനിറ്റ് അങ്ങനെ ഇട്ടേച്ചാൽ മതി. വെള്ളത്തിൽ കുതിർത്തിടണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെള്ളം വാലാൻ വെക്കണം. കാര്യം പിന്നെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞൊരു കുഴഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് ഒരു 4 മിനിറ്റ് മാക്സിമം എന്നിട്ടിത് ഇതേപോലെ വാലാൻ വെക്കണം. പിന്നെ അപ്പം നമ്മളിതെല്ലാം വഴറ്റിയൊക്കെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ റാഗിയെല്ലാം നല്ല കറക്റ്റ് പരുവത്തിനായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലകത്ത് ആദ്യം കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം ഒരു സവോളയും കൂടെ അരിഞ്ഞത് വറുത്തെടുക്കാനായിരുന്നു. ആ സമയത്ത് എൻ്റെ ക്യാമറ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഒരു സവോളയും കൂടെ വറുത്തെടുക്കണം. നമുക്ക് ലാസ്റ്റ് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ കറുവപ്പട്ട, ഇച്ചിരി പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കണം. ആ നെയ്യിലോട്ട് തന്നെയാണ്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സവോള അരിഞ്ഞത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സവോളയൊക്കെ വെന്ത് അലിയണം. സവോള അപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞതിലൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒരു പകുതി വേവാകുമ്പോഴത്തേക്കിന് പച്ചമുളക് ചതച്ച് വെച്ചത് അതും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് വെന്ത് അലിയുന്നിടം വരെയും വഴറ്റണം. അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഞാൻ ബിരിയാണി മസാലയുടെ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് മസാല എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്തോട്ട് മല്ലിയില, പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു അരമുറി നാരങ്ങയുടെ നീര് മതി. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഈ ചിക്കൻ അത്യാവശ്യം നല്ല വേവുള്ളതാണ്. കാരണം നാടൻ കോഴിയുടെ ചിക്കനാണ്, ലഗൂൺ ചിക്കൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പം ഇച്ചിരി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഞാൻ വേവിച്ചായിരുന്നു. അല്ലെങ്കിൽ കുക്കറിൽ ഒരു 2-3 വിസിലടിച്ചാലും മതി. ഇതിനെ അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ വെന്തിട്ടുണ്ട്.
ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വേണ്ടി ഇത്രയും തന്നെ സ്പൈസസും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാനിത് തിളപ്പിച്ചത്. ഇതിപ്പോൾ 3/4 വേവായിട്ടുണ്ട്. നമുക്കിനി അത് ഊറ്റിയെടുക്കാം. അങ്ങനെ ബിരിയാണിക്കുള്ള ചോറെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ റാഗി നമ്മൾ നേരത്തെ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെള്ളമെല്ലാം ഊറ്റി വെച്ചേക്കുകയാണ്. പിന്നെ അതേപോലെ മസാലയെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് ഈ റാഗി സേമിയയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമിയെടുക്കണം. ജസ്റ്റ് ഒരുപാടങ്ങ് ഹാർഡായിട്ട് ഇളക്കല്ല, ചെറുതായിട്ട് ഇളക്കിയേ വെക്കാവൂ. അപ്പോൾ നമുക്കിനി ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ ഒരു മൺകലത്തിലാണ് ദം ചെയ്തെടുക്കുന്നത്. ആദ്യം അതിനകത്തൊരു വാഴയില ഇട്ടിട്ടുണ്ട്. കാര്യം ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഒരു കഷ്ണം ചിക്കനും കുറച്ച് മസാലയും കൂടി ഇടാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ഈ ബസുമതി റൈസ് നമ്മൾ എടുക്കുന്നത് തന്നെ നമ്മുടെ ഈ റാഗിയുടെ സേമിയ ഉണ്ടല്ലോ, അത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ചോറിട്ട് കൊടുക്കുന്നത്. ഇത് 1 കപ്പ് 1 ഗ്ലാസ് അരിയെ നമ്മൾ ബസുമതി റൈസ് എടുത്തിട്ടുള്ളൂ. നമുക്കൊരു 1/2 പോർഷൻ ചോറ് ആദ്യം ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മസാലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗി ഇട്ട് കൊടുക്കുക, റാഗി സേമിയ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ വെതറി ഇട്ട് കൊടുക്കാവൂ. ഇത് അല്ലാതെ നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ടാൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് 2 കപ്പ് റാഗിയും ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ചിക്കൻ മസാല ലെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ലാസ്റ്റ് കുറച്ച് റൈസും കൂടെ ഉണ്ട്, അതും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രേവിയും ലാസ്റ്റ് മസാല ഉണ്ടല്ലോ, ചിക്കൻ്റെ മസാലയും കൂടെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലോട്ട് ഓരോ സ്പൂൺ വെച്ച് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി എല്ലാം ജസ്റ്റ് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യാം. ഇപ്പം തന്നെ നല്ല ആവിയൊക്കെ വന്നു തുടങ്ങി. ഏകദേശം ഒരു 10 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ തേണ്ട ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടല്ലോ, വാവ്. അതൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കിത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉണ്ടല്ലോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, റാഗിയൊന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റാഗി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചോറ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. ഈ ദമ്മിലിരുന്ന് തന്നെ ഈ റാഗി വേഗം, അല്ലാതെ പ്രത്യേകിച്ച് വെന്ത് പോകുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അല്ലെങ്കിൽ വേഗത്തില്ലയോ എന്നുള്ളത് കറക്റ്റ് വേവായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.